ഇല്ല ഇമാതിരി കള്ളം പറഞ്ഞു പോകാൻ പറ്റില്ല. ഇവിടുത്തെ പൊട്ടന്മാര് കുത്തിയിരിക്കുന്നുണ്ടോ? എത്ര സമയം സംഘടന തുടങ്ങിയിട്ട്? കുറച്ചു നേരമായി. ഓ, ഞാൻ കുറച്ച് ലേറ്റ് ആയി പോയി. അഡ്വക്കേറ്റ് അരുൺകുമാർ, ഇപ്പോ ദേവസ്വം ബോർഡിന്റെ മാനുവൽ നോക്കേണ്ട ഉത്തരവാദിത്വം ഉണ്ണികൃഷ്ണൻ പോറ്റിക്കില്ല. എന്റെ കൂടെ ആരെങ്കിലും വരുന്നുണ്ടോ എന്ന് അന്വേഷിക്കേണ്ട ഉത്തരവാദിത്വം ഉണ്ണികൃഷ്ണൻ പോറ്റിക്കില്ല. ഈ കാര്യങ്ങൾ നടക്കുന്ന സമയത്ത് അവിടെ വിജിലൻസ് ഉദ്യോഗസ്ഥർ ഹാജരായിരുന്നു എന്ന് അന്വേഷിക്കേണ്ട ഉത്തരവാദിത്വവും ഉണ്ണികൃഷ്ണൻ പോറ്റിക്കില്ല. ഈ ഉത്തരവാദിത്വമൊക്കെ പക്ഷെ കുറച്ച് ആളുകൾക്കുണ്ടായിരുന്നു. ശമ്പളം, ആനുകൂല്യം, വാഹനം തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഈ ചെയ്യുന്ന പണി എന്താണോ അതിന് കൂലി വാങ്ങുന്ന ആളുകൾ, അവരാരും അത് ചെയ്തില്ലെങ്കിൽ അതിനാര് ഉത്തരവാദിത്വം പറയും? അവരോട് ആര് ചോദിക്കും? ഞാൻ അതിലേക്ക് വരാം, വെക്കട്ടെ. ഇവിടെ 3-4 പേർ പറഞ്ഞല്ലോ, വായി കിട്ടിയതെല്ലാം അങ്ങ് അടിച്ചല്ലോ. ദേവസ്വം ബോർഡ് വലിയ പ്രശ്നമാണ് എന്നെല്ലാം പറഞ്ഞ് ശബരിമലയിലേക്ക് ഒരു ഭക്തരും പോകരുതെന്ന് ഡയറക്റ്റ് ആയിട്ട് പറഞ്ഞില്ലെങ്കിൽ പോലും നിങ്ങൾ പറഞ്ഞല്ലോ. ഞാൻ പറയട്ടെ, ക്ഷമ വേണം. ഇച്ചിരി ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ഇവിടെ ചെമ്പുപാളിയാണ് സ്വർണം പൂശാൻ കൊണ്ടുപോയത് എന്ന് രജിസ്റ്ററിൽ ഉൾപ്പെട്ട കാര്യവും 29 ദിവസം കൈവശം വെച്ച കാര്യവും തിരിച്ചു കൊണ്ടുവന്നപ്പോൾ റീപ്ലേസ് ചെയ്യുമ്പോൾ വീണ്ടും അതിന്റെ തൂക്കം നോക്കിയിട്ടില്ലെന്നുള്ള കാര്യവും ഒരു പുതിയ കണ്ടുപിടുത്തമായിട്ടാണ് ഇപ്പൊ കോൺഗ്രസിന്റെ പ്രതിനിധി അവതരിപ്പിക്കുന്നത്. അതിനൊന്നും ഇല്ലേ? 3-4 ദിവസമായി ഞങ്ങൾ തന്നെ അത് സൂചിപ്പിച്ചതാണ്. ഇതാണ് ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്നത്. ദേവസ്വം കമ്മീഷണറും വിജിലൻസും എല്ലാം ഇൻവെസ്റ്റിഗേഷൻ നടത്തി കൃത്യമായി പരിശോധിച്ചു കൊണ്ടിരിക്കുന്ന കാര്യം ഈ വസ്തുതയാണ്. അതിന്റെ റിപ്പോർട്ട് വരട്ടെ. ഒരാളെ പോലും സംരക്ഷിക്കാനുള്ള നിലപാട് സ്വീകരിക്കില്ല, ശരിയുടെ നിലപാട് മാത്രമേ സ്വീകരിക്കൂ. പിന്നെ അങ്ങ് ചോദിച്ചു എന്തുകൊണ്ട് ക്രിമിനൽ കേസ് രജിസ്റ്റർ ചെയ്യുന്നില്ല? ഇവിടെ ഇന്ന് ദേവസ്വം ബോർഡ് എന്താ ആവശ്യപ്പെട്ടിരിക്കുന്നത്? ഹൈക്കോടതിയോട് തന്നെ ഏറ്റവും എഫക്റ്റീവായിട്ട് കേസ് രജിസ്റ്റർ ചെയ്യാനും അന്വേഷണം നടത്താനുള്ള അനുവാദം ചോദിക്കുക. കാരണം ഈ അന്വേഷണം എല്ലാം ഇപ്പൊ നടക്കുന്നത് ഹൈക്കോടതിയുടെ സർവൈലൻസിലാണ്. ഈ അറിവ് എവിടെ നിന്ന് കിട്ടി? പത്രത്തിൽ നിന്ന് അടിച്ചു മാറ്റിയതാ. ഏറ്റവും സീനിയർ ആയിട്ടുള്ള ഹൈക്കോടതിയുടെ ഒരു റിട്ടയർഡ് ജഡ്ജിയെ തന്നെ ഇത് പരിശോധിക്കാൻ ചുമതലപ്പെടുത്തിയിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ മറ്റൊരു ഇൻവെസ്റ്റിഗേഷൻ പ്രഖ്യാപിക്കാൻ കേരളത്തിന്റെ നിയമ സംവിധാനത്തിന് അധികാരമില്ല. മറ്റൊരു കാര്യം, ഇപ്പോ ബിജെപി അല്ലല്ല, ഹൈക്കോടതി ഈ പറയുന്ന ജഡ്ജിയെ ചുമതലപ്പെടുത്തിയത് ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിനല്ല. അങ്ങത് ആവർത്തിച്ചു പറയുന്നു. അത് അവിടെയുള്ള വാല്യുബിൾ ആയിട്ടുള്ള കാര്യങ്ങളുടെ കണക്കെടുക്കാൻ വേണ്ടിയിട്ടാണ്. എന്തിനാണ് അന്വേഷണത്തിനാണെന്ന് പറയുന്നത്? ഞാൻ പറയാം. അല്ല, ഞാൻ ആദ്യം തന്നെ സൂചിപ്പിച്ചല്ലോ, വാചകം വായിച്ച് തന്നെ സൂചിപ്പിച്ചല്ലോ. അന്വേഷണം നടത്തുന്നത് ദേവസ്വം വിജിലൻസ് തന്നെയാണ്. ആ 8ാമത്തെ പാരഗ്രാഫ് ഉണ്ടല്ലോ, അന്വേഷണം നടത്താൻ ചുമതലപ്പെടുത്തിയതിനാൽ അതിന് മുകളിൽ അന്വേഷണം പറ്റില്ല എന്ന്. ഏത് അന്വേഷണത്തിനാണ് ഈ ജസ്റ്റിസ് കെ ടി ശങ്കരനെ ചുമതലപ്പെടുത്തിയിരിക്കുന്നത്? ഏത് അന്വേഷണത്തിനാണ് അഡ്വക്കേറ്റ് അരുൺകുമാർ? ഇത് വടി കൊടുത്ത് അടി വാങ്ങുന്ന പരിപാടിയാണല്ലോ ബാബു. ഞാൻ പറയാം, താങ്കൾ ക്ഷമ കാണിക്കൂ. ഇതിന്റെ 8ാമത്തെ പാരഗ്രാഫിൽ എന്താ പറഞ്ഞേക്കണേ? സോ ഫാർ ആസ് ഓൺഗോയിങ്. ഒറ്റ മിനിറ്റ് കേൾക്കൂ. ഇതെന്തിനാ ഇത്ര അക്ഷമ കാണിക്കണേ? എന്തിനാണ്? ഒരു മര്യാദ കാണിക്കേ. ഒരുമാതിരി ചൊറിഞ്ഞു വരുന്നുണ്ട് നിന്റെ വർത്താനം കേട്ടിട്ട്. ഓൺഗോയിങ് പ്രിലിമിനറി എൻക്വയറി ആസ് ഓർഡേർഡ് ബൈ us is concerned the chief vigilance and security officer ബ്രാക്കറ്റിൽ സൂപ്രണ്ടന്റ് ഓഫ് പോലീസ് ഷാൽ പ്രൊസീഡ് ഡെലിജന്റ്ലി ആൻഡ് എക്സ്പീഡിഷ്യസ്ലി. ഇൻവെസ്റ്റിഗേഷൻ കൃത്യമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നു. അതിന്റെ ഭാഗമായി ചോദ്യം ചെയ്യാൻ വിളിച്ച ആളല്ലേ മണിക്കൂറുകളുടെ ചോദ്യം കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി വന്നത്. ഇന്നത്തോടെ നിന്റെ കളി ഞാൻ അവസാനിപ്പിക്കൂടാ. ഇല്ല ഇമാതിരി കള്ളം പറഞ്ഞു പോകാൻ പറ്റില്ല. അങ്ങ് ആദ്യം പറഞ്ഞു ജഡ്ജി അന്വേഷിക്കുന്നുണ്ട്, അതിന് പുറത്ത് അന്വേഷണം പറ്റില്ല എന്ന്. ഞാൻ അങ്ങയോട് ചോദിച്ചു ജഡ്ജി എന്താണ് അന്വേഷിക്കുന്നത്? അപ്പൊ അങ്ങ് വിജിലൻസ് അന്വേഷണത്തിന് ഉത്തരവിട്ട് ഉത്തരവ് വായിച്ചു കേൾപ്പിക്കാം. ഇവിടുത്തെ പൊട്ടന്മാര് കുത്തിയിരിക്കുന്നുണ്ടോ? അത് നിങ്ങൾ തന്നെ നോക്കിയാൽ മതി. നിങ്ങൾ ഈ ഇത് കേൾക്ക്. ഇവിടെ ഈ ഇൻവെന്ററി പരിശോധിച്ച്, തിരുവാഭരണ രജിസ്റ്റർ പരിശോധിച്ച്, ദ്വാരപാലക ശില്പത്തിൽ പൂശിയിരിക്കുന്ന സ്വർണ്ണമടക്കമുള്ള ആ ഇൻവെന്ററിയിലുള്ള അല്ലെങ്കിൽ രജിസ്റ്ററിലുള്ള മുഴുവൻ കാര്യങ്ങളും അവിടത്തെ സ്റ്റോർ റൂമിൽ നിന്ന് കണ്ടെത്തിയാൽ പിന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള ആശങ്കകളെല്ലാം എനിക്കിത് ഇങ്ങനത്തെ ഓരോന്ന് കേൾക്കുമ്പോ 17-ാം തീയതി പുനഃസ്ഥാപിക്കാൻ പോകുന്ന പാളി ഏതാണ്? ഈ പറയുന്ന പാളി സ്റ്റോർ റൂമിൽ, സ്ട്രോങ് റൂമിൽ ഉണ്ടെങ്കിൽ 17-ാം തീയതി പുനഃസ്ഥാപിക്കാൻ പോകുന്ന പാളി ഏതാണ്? 2 പാളി ഉണ്ടോ? വെരി സിമ്പിൾ. അതായത് ഇത് ഒറ്റ മിനിറ്റ്, ഇത് പരിശോധിക്കട്ടെ. ഇതിവിടെ ഒറ്റ കാര്യം, വാതിലുമായി ബന്ധപ്പെട്ടുകൊണ്ട് 2 വാതിലുണ്ട് എന്ന് ബോധ്യപ്പെട്ടു. ഒറ്റ മിനിറ്റ്, ഇവിടെ ശ്രീകോവിലിന്റെ വാതിലുമായി ബന്ധപ്പെട്ടുകൊണ്ട് 2 വാതിലുണ്ട് എന്ന് ബോധ്യപ്പെട്ടല്ലോ.
നീ എന്ത് തേങ്ങയാടി പറയുന്നത്? കാരണം വിജയ് മല്യ സ്വർണം പൂച്ചി തന്ന വാതിൽ, അതുകൂടാതെ എക്സ്ട്രാ ആയി മറ്റൊരു വാതിൽ കൂടിയാണ് ഇപ്പോൾ ജയറാം അടക്കം വീടുകളിൽ കൊണ്ടുപോയി പൂജിച്ചു കൊണ്ടുവന്നതായി 2 ദിവസം മുമ്പ് വന്ന റിപ്പോർട്ട് നമ്മുടെ മുന്നിലുണ്ട്. 99 മല്യ സ്വർണം പതിച്ചു നൽകിയ ദ്വാരപാലക ശില്പത്തിന്റെ പാളികൾ അടക്കമുള്ളവ ഇളക്കി കൊടുക്കുകയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശമുള്ള ചെയ്യുന്നത്. അപ്പോഴവിടെ ഈ പറയുന്ന കൃഷ്ണശിലയിലുള്ള ദ്വാരപാലക ശില്പം മാത്രമാണ് അവശേഷിക്കുന്നത്. സ്വർണം പൂശിയത് വീണ്ടും അവിടെ പുനഃസ്ഥാപിക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ മാത്രമല്ല, ഈ 2025 അവിടെ നിന്ന് അത് വീണ്ടും ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിലേക്ക് കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. അതൊക്കെ നാട്ടുകാർക്ക് അറിയാവുന്ന കാര്യം അല്ലേ? അവിടെ 2 പാളികൾ ഉണ്ട് എന്നുള്ള കാര്യം അങ്ങേക്ക് എവിടെ നിന്നെങ്കിലും ഔദ്യോഗികമായി കിട്ടിയതാണോ, അതോ എത്ര പാളിയുണ്ടെന്ന് നിങ്ങൾക്ക് ഞാൻ ചോദിക്കുന്നില്ല, ദേവസ്വം ബോർഡിന് അറിയില്ലേ? അങ്ങനെയാണെങ്കിൽ ഇത്രയും ദിവസം ഈ വിവാദം ഉണ്ടായപ്പോൾ ദേവസ്വം ബോർഡിന്റെ ഈ ഉദ്യോഗസ്ഥർക്കോ മെമ്പർക്കോ അല്ലെങ്കിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനോ ഒക്കെ അയ്യോ 2 പാളി ഉണ്ട് കേട്ടോ എന്ന് പറഞ്ഞാൽ തീർന്ന പ്രശ്നമല്ലേ ഉണ്ടായിരുന്നുള്ളൂ? ഇവൻ ശരിയല്ല. അവനല്ല ശരിയല്ലാത്തത്, നീയാ. സ്ട്രോങ് റൂമിലുണ്ടെങ്കിൽ സ്ട്രോങ് റൂം പരിശോധന നടത്തി, പീഠവുമായി ബന്ധപ്പെട്ട് സ്ട്രോങ് റൂം പരിശോധന നടത്തി. ദേവസ്വത്തിന്റെ വിജിലൻസ് കണ്ടില്ല ഈ പാളിയൊന്നും സ്ട്രോങ് റൂമിൽ ഇരിക്കുന്നത്. ഇനിയിപ്പോ രാത്രി ആരെങ്കിലും കൊണ്ടുവെക്കുമെന്ന് എനിക്കറിയില്ല. ഈ പറഞ്ഞതിന് വേറൊരർത്ഥം ഇല്ലേ? ഏയ്, അങ്ങനെ പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ല. പക്ഷെ സ്ട്രോങ് റൂമിൽ നിലവിലില്ല എന്നുള്ളതാണ് വിജിലൻസ് ഈ പീഠം, അതായത് ഉണ്ണികൃഷ്ണൻ പോറ്റി പറഞ്ഞൊരു കഥയുണ്ടല്ലോ, ഞാൻ പീഠം കൊടുത്തു എന്ന് പറയുന്നത്, അതുമായി ബന്ധപ്പെട്ട് സ്ട്രോങ് റൂം പരിശോധന നടത്തി. ഇതൊക്കെ മനുഷ്യർക്കറിയാം, ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. കാര്യങ്ങളൊക്കെ കൈവിട്ട് പോവാന്നേ. ഹൈക്കോടതി സുവോമോട്ടോ കേസെടുക്കാൻ എന്താ കാരണം? ഞാൻ കൊടുത്ത 2 താങ്ങുപീഠം ഈ ശബരിമലയുടെ സ്ട്രോങ് റൂമിൽ ഉണ്ടായിരുന്നുവെന്നും അത് മോഷണം പോയി എന്നും ഇതേ ഉണ്ണികൃഷ്ണൻ പോറ്റി പറഞ്ഞ സാഹചര്യത്തിലാണ് ഈ കേസ് ഈ ചർച്ചയായിട്ട് തന്നെ വന്നത്. സംശയമൊന്നുമില്ലല്ലോ? ദ്വാരപാലക ശില്പത്തിന്റെ പാളികൾ ദേവസ്വം ബെഞ്ച് അറിയാതെ അറ്റകുറ്റപ്പണിക്കായി കൊണ്ടുപോയി എന്ന കാര്യം അറിഞ്ഞുകൊണ്ടാണ് ഹൈക്കോടതി സോവോട്ട പ്രകാരം കേസെടുക്കുന്നത്. ആ കേസൊക്കെ എടുത്തതിന് ശേഷമാണ് അദ്ദേഹം ഈ പറയുന്ന പീഠത്തിന്റെ കാര്യം കൂടി പറയുന്നത്, പുതിയ വെളിപ്പെടുത്തലായി പറയുന്നത്. ഇതൊരു നടത്തു പോണ മാതിരില്ല. അതുമായി ബന്ധപ്പെട്ട അന്വേഷണം സ്ട്രോങ് റൂമുകൾ അടക്കം തുറന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള എല്ലാ സ്ട്രോങ് റൂമും തുറന്നുള്ള പരിശോധന വിജിലൻസ് നടത്തി. അവിടെ പീഠവും ഉണ്ടായിരുന്നില്ല, അവിടെ പാളിയും ഉണ്ടായിരുന്നില്ല. പീഠം പിന്നീട് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സഹോദരിയുടെ വീട്ടിൽ നിന്ന് കണ്ടെത്തുകയും ചെയ്തു. ഇതിലൊന്നും ആർക്കും ഇവിടെ കൺഫ്യൂഷൻ ഇല്ല. ഇതിലൊന്നും ആർക്കും ഇവിടെ ഒരു കൺഫ്യൂഷനും ഇല്ല. അഡ്വക്കേറ്റ് അബിൻ വർക്കി, ശബരിമലയെ തന്നെ പൂർണ്ണമായി തള്ളിക്കളഞ്ഞ, തന്ത്രിയെ അധിക്ഷേപിച്ച, അവിടെ ആചാരലംഘനം നടത്താൻ വേണ്ടി ശ്രമിച്ച ഇവരാണ് ശബരിമലയെ സംരക്ഷിക്കുന്നത്, അയ്യനെ സംരക്ഷിക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ ഇവരുടെയൊക്കെ സ്വഭാവം എന്താണ് ആ കാര്യത്തിലുള്ളത് നമുക്കറിയാം. ഒരു നമ്പർ ഇറക്കിയാലോ? അയ്യപ്പന്റെ വിഗ്രഹത്തിന് ആരെങ്കിലും ഒക്കെ തണലൊരുക്കണം, അതിനുവേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം എന്നത് മാത്രമാണ് ചെയ്യാനുള്ളത്. പിന്നെ അരുൺ ഇവിടെ പറഞ്ഞു, ഇത് ഞാൻ അത് പിണറായി വിജയനോട് ചോദിച്ചാൽ മതി, കാരണം അതിലും വലിയ പോതി പിണറായി വിജയൻ മേടിച്ച് വീട്ടിൽ വെച്ചിട്ടുണ്ട്. സ്വർണം കെട്ട ശബരിമലയിലെ സ്വർണം കെട്ട ആ കടമ്പള്ളി സുരേന്ദ്രനും പത്മകുമാറും ഇപ്പോഴും നിങ്ങളുടെ പാർട്ടി തന്നെയല്ലേ? ശബരിമലയിലെ സ്വർണം കെട്ടവരല്ലേ? ഇതുപോലെ സ്വർണ്ണക്കള്ളന്മാർ എന്നിട്ട് പാർട്ടി വെച്ചോണ്ടിരുന്നിട്ട് ഇപ്പൊ ഒന്ന് വീണ്ടും ഇങ്ങനെ ഇന്ന് ഈ നുണ പറയാൻ നാണമില്ല. ഈ പ്രശാന്ത് കള്ളന് കഞ്ഞി വെച്ചവൻ, ഈ പത്മകുമാർ കള്ളൻ, ഈ കടകംപള്ളി ഇത് അറിഞ്ഞോണ്ടല്ലേ ചെയ്തേ? അവരൊക്കെ ഇപ്പോഴും CPM തന്നെയല്ലേ? എന്നിട്ട് അവരിവിടെ മറച്ചു പിടിക്കാൻ വേണ്ടി ഇവിടെ വന്ന് ന്യായീകരണം പറയാ. വല്ല കാര്യം ഉണ്ടായിരുന്നു? ഇവിടെ നിയമലംഘനം നടന്നു എന്നുള്ള കാര്യത്തിൽ എന്തെങ്കിലും സംശയം ഉണ്ടായിരുന്നേ? അവിടെ കൊണ്ടുപോയ സ്വർണ്ണത്തകിട് അല്ലെങ്കിൽ ആ ദ്വാരപാലക ഫലകത്തിന്റെ വെയിറ്റും കൊണ്ടുവന്നതും തമ്മിൽ 4 കിലോ വ്യത്യാസമുണ്ട്. അതെന്നാ വായുവിൽ മാഞ്ഞു പോയോ? എന്താ ഉറക്കം വരുന്നു? അന്ന് ദേവസ്വം ബോർഡിന് അവിടെ പേനയില്ലായിരുന്നോ ഇത് റെക്കോർഡ് ചെയ്ത് വെക്കാൻ? അതല്ലേ കോടതി ചോദിച്ചേ? എന്നിട്ട് നിങ്ങളുടെ ദേവസ്വം ബോർഡ് കഴിഞ്ഞ 6 കൊല്ലമായിട്ട് എന്ത് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു? ആ 4 കിലോ എവിടെ പോയി എന്ന് നിങ്ങൾ അന്വേഷിച്ചോ? കോടതി സുവോമോട്ടോ കേസെടുക്കേണ്ടി വന്നില്ലേ? അത് മാത്രമല്ല, സ്വർണം പൊതിഞ്ഞ ക്ലാഡിംഗ് എന്നതിന് പകരം നിങ്ങളോട് ആര് പറഞ്ഞു അത് ചെമ്പ് തകിട് എന്ന് എഴുതി കൊടുക്കാൻ? അത് തന്നെയല്ലേ കോടതി ചോദിച്ചേ? കഴിഞ്ഞ 6 കൊല്ലമായിട്ട് ഈ ദേവസ്വം ബോർഡിന് അത് എന്തുകൊണ്ടാ അങ്ങനെ എഴുതി കൊടുത്തതെന്ന് അന്വേഷിക്കാൻ പറ്റിയിട്ടുണ്ടോ? എന്ന് പറഞ്ഞാൽ അവിടുത്തെ സ്വർണം കട്ടെടുത്തതാണ്, കട്ടെടുക്കാൻ കൂട്ടുനിന്നത് ദേവസ്വം ബോർഡാണ്. എല്ലാം കയ്യിൽ നിന്ന് പോവാ. ഈ സ്വർണം, ആ ശബരിമല അയ്യന്റെ സ്വർണം കട്ടെടുത്തവരാണ് നിങ്ങൾ. ആ കട്ടെടുത്തവരെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് നിങ്ങൾ ഇന്ന് ഒരുങ്ങി നിൽക്കുന്നത്. ഇല്ലെങ്കിൽ ഒരൊറ്റ വാക്കും കൊണ്ട് തള്ളിപ്പറയണ്ടേ? എണീറ്റ് വരണ്ടേയിരുന്നു. ഇത്രയും വലിയ ഒരു തട്ടിപ്പ്, കാട്ടുകൊള്ള ശബരിമലയിൽ നടന്നിട്ട് ആ ശബരിമല അയ്യപ്പന്റെ സ്വർണം കട്ടെടുത്തവരെ തള്ളിപ്പറയാൻ ഇന്ന് CPM സാധിക്കാത്ത എന്താ? നിങ്ങളാണ് കട്ടെടുത്തത്. ഈശ്വര, ഇറങ്ങി ഓടാന്ന് വെച്ച വഴിയും പരിചയമില്ല.
എന്നിട്ട് ആഗോള അയ്യപ്പ സംഗമം നടത്തി ഇതിന്റെ പശ്ചാത്താപം മുഴുവൻ പ്രായശ്ചിത്തമായിട്ട് അങ്ങ് തീർക്കാം എന്നൊന്നും വിചാരിച്ചാൽ ഇതൊന്നും അയ്യൻ ക്ഷമിക്കില്ല, ഇതൊന്നും കേരളത്തിലെ വിശ്വാസികളും ക്ഷമിക്കില്ല, ഇനി വിശ്വാസിയല്ലാത്ത പൊതുസമൂഹം ഇതൊന്നും ക്ഷമിക്കാൻ പോണില്ല. ഇനി ഇവിടെ നിന്ന് അഴിവണ്ടാവാ, നമുക്ക് അങ്ങോട്ട് മാറിയിക്കാം. തൽക്കാലം ഇത്രയും മതി, വരട്ടെ.